നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിമാനത്താവളത്തിൽ നിർത്തിയിട്ട ജെറ്റ് വിമാനത്തിലേക്ക് ഇടിച്ചു കയറി മറ്റൊരു വിമാനം. അമേരിക്കയിലെ അരിസോണയിലെ സ്കോട്ട്സെയിൽ വിമാനത്താവളത്തിൽ പ്രൈവറ്റ് ജെറ്റുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. തിങ്കളാഴ്ച ഉച്ചയോടുകൂടി അപകടം ഉണ്ടാവുകയായിരുന്നു. നിർത്തിയിട്ടിരുന്ന ജെറ്റ് വിമാനത്തിലേക്ക് മറ്റൊരു ബിസിനസ് ജെറ്റ് ഇടിച്ചാണ് അപകടമുണ്ടായത്. ഇടിച്ചതിന് ശേഷം ട്രാക്കിൽ നിന്ന് ജെറ്റ് തെന്നിമാറി. സംഭവത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ചികിത്സയിലിരിക്കുന്നവരുടെ നില ഗുരുതരമല്ല എന്ന് സ്കോട്ട്സിയ ഫയർ ഡിപ്പാർട്ട്മെന്റ് ക്യാപ്റ്റൻ ഡേവ് ഫോളിയ വ്യക്തമാക്കി. അപകടത്തിൽപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അദ്ദേഹം പറയുന്നു. നിലവിൽ റൺവേ അടച്ചിട്ടിരിക്കുകയാണ്, ഉടനെ തുറക്കില്ല എന്ന് അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ അമേരിക്കയിൽ 3 വ്യോമയാന ദുരന്തങ്ങളാണ് ഉണ്ടായത്. ഈ അപകടങ്ങളിലെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് അരിസോണയിലെ വിമാന അപകടവും വരുന്നത്. ജനുവരി 29-നാണ് വൈറ്റ് ഹൌസിന് 5 കിലോമീറ്റർ അകലെ 67 പേർ മരിക്കാനിടയാക്കിയ വിമാന അപകടം നടന്നത്. അമേരിക്കൻ എയർലൈൻസിന്റെ യാത്രാ വിമാനം ബ്ലാക്ക് ഹോക്ക് സൈനിക കോപ്റ്ററുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. വിമാനത്തിൽ 60 യാത്രക്കാരും 4 ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത്. ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത് 3 സൈനികരാണ്. അപകടത്തിൽ എല്ലാവരും മരിച്ചിരുന്നു. ജനുവരി 31-ന് ഫിലാഡൽഫിയയിൽ മെഡിൽ ട്രാൻസ്പോർട്ടേഷൻ വിമാനം തകർന്നു വീണ 7 പേർ മരിക്കാനിടയായി. പടിഞ്ഞാറൻ അലസ്കയിൽ യാത്രാമധ്യേ ഒരു ചെറിയ യാത്രാ വിമാനവും തകർന്നു വീണ വിമാനത്തിൽ ഉണ്ടായിരുന്ന 10 പേരും മരിച്ചു.